നമ്മുടെ കമ്പനിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇതുവരെയുള്ള പ്രൊഫൈല് ഇനി അങ്ങോട്ട് എവിടം വരെ നമ്മുടെ കമ്പനി പോകണം. കമ്പനി വിത്തിട്ടത് കണ്ണൂരിലാണ് അല്ലേ? പക്ഷെ കണ്ണൂരിൽ മാത്രം നിന്നാൽ മതിയോ? നമുക്ക് പോരാ. അതിനെ വേൾഡിന്റെ ലോകത്തിന്റെ എല്ലാ തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മിസ്റ്റർ ചന്ദ്രഹാസനെ നമുക്ക് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാം. Let me invite Mr. Chandrahasan sir onto the stage. Okay, good morning. എൻ്റെ പേര് പറഞ്ഞു ചന്ദ്രഹാസൻ. വീട് ഇരിഞ്ഞാലക്കുടയാണ്, തൃശ്ശൂര്. മാർക്കറ്റിംഗ് മേഖലയിൽ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർക്കറ്റിംഗ് പ്രൊഫഷനായിട്ട് തന്നെയാണ്. ഇപ്പോൾ ട്രഡീഷണൽ ബിസിനസ് ഏരിയയിൽ ഏകദേശം പല മൾട്ടിനാഷണൽ കമ്പനിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്, സീനിയർ ലെവലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇൻഡസ്ട്രിയോട് വെൽനസ് ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയാനാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു കമ്പനിയെ കുറിച്ച് അറിയാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ വെൽനസിനെ കുറിച്ച് ഞാൻ കൂടുതൽ അറിയാൻ തുടങ്ങിയത് ഞാൻ എൻ്റെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഇന്റർനാഷണൽ ലെവലിൽ സൗദി അറേബ്യയിൽ പോയി വർക്ക് ചെയ്തു. അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എഫക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വളരെയധികം എൻ്റെ ബോഡിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ അതാണ് എൻ്റെ ഇനീഷ്യലായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് അട്രാക്ഷൻ ചെയ്യാനുള്ള ഒരു ഘടകം, എൻ്റെ ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ എൻ്റെ ജേണിയിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി ജോലി ചെയ്തു. അതിനുശേഷം ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക്, അതായത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ കടന്നു വരുന്നത് 2000-ലാണ്. 2000-ൽ പ്രത്യേകിച്ച് വെൽനസ്സുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രി ആയതുകൊണ്ട് പല ഇൻഡസ്ട്രിയിൽ നമുക്കറിയാം ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലുണ്ട്. എങ്കിലും വെൽനസ്സിനെ ഞാൻ പാഷനായിട്ട് എടുത്തുകൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സമയം എന്ന് പറഞ്ഞ 15 മിനിറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ വെൽനസിനെ കുറിച്ച് ഓവറോൾ പറയാൻ നമുക്ക് സാധിക്കില്ല. എങ്കിലും കമ്പനിയെക്കുറിച്ചും പേസസ് വെൽനസിൻ്റെ വാട്ട് ഈസ് ദ മെയിൻ അജണ്ട, അല്ലെങ്കിൽ എന്താണ് പേസസ് വെൽനസ് ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ മുഖ്യമായ ധർമ്മം. അപ്പോൾ എന്ത് തന്നെയായാലും നമ്മൾ സ്ലൈഡ് പ്രസന്റേഷനിലേക്ക് പോകാമോ? ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത് പേസസ് വെൽനസ് ഇന്ത്യയെ കുറിച്ച് നമുക്ക് അറിയാം. 2 വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പേസസ് വെൽനസ് ഇന്ത്യയുടെ പ്രൊമോട്ടേഴ്സ് ആരാണ്? ഹു ഈസ് ബിഹൈൻഡ് ദിസ് പ്രോജക്റ്റ് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ കണ്ണൂരിലെ എല്ലാ പ്രവാസികളുടെ ഒരു കൂട്ടായ്മയാണ് വേക്ക് എക്കണോമിക് ഫോറം. വേക്ക് എക്കണോമിക് ഫോറത്തിന്റെ ഒത്തിരി പ്രോജക്റ്റ് ഇന്ന് മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അതിൽ അവരുടെ 7ാമത്തെ ഒരു വെഞ്ചറാണ് പേസസ് വെൽനസ് LLP എന്ന ഈ ഒരു പ്രസ്ഥാനം. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ഈ ഒരു പേസസ് വെൽനസിനെ കുറിച്ച് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ നിങ്ങൾ പറയുന്നതിൽ കൂടുതൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ which will describe you what is Paces Wellness and what is the group who are the group behind this project. Okay, please. Video, please. കണ്ണൂരിന്റെ വ്യാപാര വ്യവസായ മേഖലയ്ക്ക് കരുത്തേകുന്ന പ്രവാസികളുടെ കൂട്ടായ്മ വെൽഫെയർ അസോസിയേഷൻ ഓഫ് കണ്ണൂർ ഡിസ്ട്രിക്ട് എക്സ്പാട്രിയേറ്റ്സ് അഥവാ വേക്ക്. ഓരോ ഇടപെടലിലും തൊടിപ്പറഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, സ്വന്തം നാടിനായി നിലകൊള്ളുന്ന കണ്ണൂരിലെ പ്രവാസികളുടെ ഐക്യനിര, അതാണ് വേക്ക്. കണ്ണൂരിന്റെ നഗരഹൃദയം തൊട്ട് ഗ്രാമതലങ്ങളിൽ വരെ സജീവമാണ് വേക്കിന്റെ പ്രവർത്തനങ്ങൾ. ഇതിനകം 10 പ്രൊജക്ടുകളാണ് വേക്ക് കണ്ണൂരിനായി സമ്മാനിച്ചത്. കണ്ണൂർ നഗരത്തിൽ താഴെത്തെരുവിൽ കോർവൽ ഇന്റഗ്രേറ്റ് ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് ഇന്റീരിയർ പ്രോജക്ട്, പുഴയുടെ വശ്യ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള ഹൗസ് ബോട്ട് യാത്രയ്ക്കായി ALM ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ്, കോൾവെൽ ജനറൽ ട്രേഡിംഗ്, സോളാർ AC, സോളാർ പാനൽ ആൻഡ് ന്യൂ റേഡിയസ് ഹൗസ് ഹോൾഡ് ഡീലർഷിപ്പ് എന്നിങ്ങനെ 2 ബ്രാഞ്ചുകൾ ഈ സ്ഥാപനത്തിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. കണ്ണൂരിലെ ആദ്യത്തെ ഫാർമസി സൂപ്പർ മാർക്കറ്റ് കണ്ണൂർ ഫാർമസി കണ്ണൂർ നഗരത്തിൽ 2 ഇടങ്ങളിലും തോട്ടടയിലും കഫേ മൈസോൺ. തോട്ടടയിൽ കണ്ണൂർ പ്ലാറ്റിനം ഡ്രൈവ് എന്ന പേരിൽ മഹീന്ദ്രയുടെ കാർ ആൻഡ് ബൈക്ക് സെഗ്മെന്റ് ഫ്രാഞ്ചൈസി. ഇന്ത്യയിലും വിദേശത്തും വെൽനസ് സപ്ലിമെന്റുകൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന പേസസ് വെൽനസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനം. കണ്ണൂർ വ്യൂ പ്രോപ്പർട്ടീസ്,
നിർമ്മാണ മേഖലയിൽ കണ്ണൂർ പയ്യാമ്പലത്ത് ഫ്ളാറ്റ് സമുച്ചയം, വാരം കടാങ്കോട് ഹാർമണി ഹേവൺ എന്ന പ്രകൃതി സൗഹൃദ ജീവിത ഇടം, വെയ്ക്ക് ഇൻഡസ്ട്രീസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കീഴിൽ താഴെ ചൊവ്വയിൽ 10 മോഡേൺ വില്ലകളുമായി സ്പ്രിംഗ്ഫീൽഡ് വില്ല പ്രോജക്ട്, ആഗോള ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിക്കുന്ന കണ്ണൂരിന്റെ പുഴയോരങ്ങളിലെ കണ്ടൽ കാടുകളും ജീവിതവും സംസ്കാരവും ഇഴചേർക്കുന്ന കേരള മാൻഗ്രോവ് ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങി കണ്ണൂരിന്റെ പൾസ് അറിഞ്ഞുകൊണ്ട് ദീർഘവീക്ഷണത്തോടെ നടപ്പിലാക്കിയ 10 പ്രൊജക്ടുകൾ. വെയ്ക്കിന്റെ ഇടപെടലിൽ നിലവിൽ 250 പേർക്ക് പ്രത്യക്ഷമായും അത്രത്തോളം തന്നെ ആളുകൾക്ക് പരോക്ഷമായും തൊഴിൽ നൽകാനായി എന്നത് വെയ്ക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ചാരിതാർത്ഥ്യം നൽകുന്നതാണ്. കണ്ണൂരിന്റെ വികസന ചരിത്രത്തിൽ നാഴികക്കല്ലായ പ്രവാസികളുടെ കൂട്ടായ്മ വെയ്ക്കിന് പ്രോപ്സോൾവ് ഇംപാക്ട് മേക്കേഴ്സ് സോഷ്യൽ വെൽഫെയർ അവാർഡ് സമ്മാനിക്കുന്നു. കണ്ണൂരിന്റെ വളർച്ചയ്ക്ക് വെയ്ക്ക് നടത്തിയ ഇടപെടലുകൾക്ക് കണ്ണൂരിന്റെ ആദരം. ഓക്കെ, താങ്ക് യു. ഒന്ന് കൈയടിച്ചൂടെ? എനിക്ക് ഇനി പറയാനുള്ളത്, ഞാനൊരു അടുത്തൊരു 10 നിമിഷം എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു വെൽനെസ്സിനെ ഞാൻ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു. വെൽനെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവർക്കും ചെറിയ എന്തെങ്കിലുമൊക്കെ നോളജ് ഉണ്ടാവും, ചിലർക്ക് ഇൻ ഡെപ്ത് നോളജ് ഉണ്ടാവും. പക്ഷെ വെൽനെസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ അത് നമ്മൾ സ്വയം അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഓൾറെഡി അറിഞ്ഞൊരു വ്യക്തി ആയതുകൊണ്ട് ഐ ആം എൻജോയിങ് ദിസ്. എനിക്കറിയാം, ഞാനിപ്പോൾ 59 വയസ്സാണ്, എനിക്ക് 59 ഇയേഴ്സ് റണ്ണിങ് ആണ്. ഓക്കെ, ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഞാൻ എന്നും ഓൾ ഓവർ ഇന്ത്യയിൽ 20 ഡേയ്സ് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് അങ്ങനെ പറയാത്ത പ്രോബ്ലം എനിക്കില്ല. അപ്പം ദാറ്റ് ഈസ് വൈ I want to just tell you, ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾക്ക് ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കണം, എങ്ങനെ നമുക്ക് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ചെറിയ സ്ലൈഡ് പ്രസന്റേഷനോട് ഞാൻ നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. Can you put the slide please? അപ്പോൾ once again I am welcome all of you for this wellness seminar. Next. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് കമ്പനി പ്രൊഫൈലിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു അല്ലേ? നെക്സ്റ്റ്, നമുക്കറിയാം നമ്മുടെ WHO പറയുന്നത് എന്താണ്? വാട്ട് ഈസ് റിയൽ വെൽനെസ്? നമ്മുടെയൊക്കെ മിഥ്യാധാരണ എന്ന് പറയുന്നത് രോഗമില്ലാത്ത ഒരു അവസ്ഥയാണ് എല്ലാവരും ഒരു വെൽനെസ് എന്ന് പറഞ്ഞ് കാണുന്നത് അല്ലെ? നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ രോഗം മാത്രമല്ല കംപ്ലീറ്റ് വെൽനെസ്സിൽ വരുന്നത്. അത് നമുക്ക് WHO ഡെഫിനിഷൻ എന്താണ്? എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. അതാണ് ടോട്ടൽ വെൽനെസ്. അപ്പോൾ വെൽനെസ്സിന്റെ കുറച്ച് ഘടകങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറയാൻ പോകുന്നത്. വാട്ട് ആർ ദ ആസ്പെക്ട്സ് ടു അറ്റൈൻ കംപ്ലീറ്റ് വെൽനെസ്? നെക്സ്റ്റ് പ്ലീസ്. അപ്പൊ ഇവിടെ ഒത്തിരി സെഗ്മെന്റ്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള വെൽനെസ് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് 100% വെൽനെസ് കിട്ടുന്നത്. സാധാരണ നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് കഴിച്ചതുകൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ വെൽനെസ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു കൺട്രോൾ യുവർ ഇമോഷൻസ്. ഇമോഷണൽ വെൽനെസ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പാർട്ടാണ്. നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഹെൽത്തി ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ഒരു ഹെൽത്തി, നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എവരിബഡി ഹാവ് സ്ട്രെസ്, സം ഓർ അതർ കൈൻഡ് ഓഫ് സ്ട്രെസ് അല്ലേ? അപ്പൊ നമ്മുടെ ഇമോഷൻസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ഹാപ്പിനെസ്. ഹാപ്പിനെസ് വിൽ ഗിവ് യു ഗുഡ് ഹെൽത്ത് അല്ലേ? അപ്പൊ ഇമോഷണൽ വെൽനെസ് ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ച് പറയുന്നില്ല. നെക്സ്റ്റ് വരുന്നത് ഒക്യുപേഷണൽ വെൽനെസ്. ഒക്യുപേഷണൽ വെൽനെസ് എന്നറിയാൻ നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഡെയിലി ബ്രെഡ് ആൻഡ് ബട്ടറിന് വേണ്ടി ചെയ്തിട്ടുണ്ടാവും അല്ലേ? മേ ബി ജോബ് ആയിരിക്കാം, മേ ബി ബിസിനസ് ആയിരിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ആർ വി റിയലി ഹാപ്പി വിത്ത് അവർ ജോബ് ആൻഡ് ബിസിനസ്? ഒത്തിരി ടെൻഷൻസ് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ വരുന്നുണ്ട് അല്ലെ? ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ജോലിയെ സംബന്ധിച്ചുള്ള ടെൻഷൻസ്, അവരുടെ ജോലിയുടെ എന്തൊക്കെ തരത്തിലുള്ള ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടുന്ന് ആ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ നിന്നുള്ള കുറെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒത്തിരി ടെൻഷൻസ് നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും ചെയ്യുന്ന ഒക്യുപേഷണൽ വെൽനെസ് പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ എന്തൊക്കെയോ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ അല്ല ചെയ്യേണ്ടത്.
നമ്മൾ ചെയ്യുന്ന ഓരോ തൊഴിലും നമുക്ക് സന്തോഷം വേണം, അപ്പോൾ മാത്രമേ നമുക്ക് വെൽനെസ് കിട്ടുള്ളൂ. ഏത് ജോലിയും കിട്ടിയാൽ എന്തെങ്കിലും ശമ്പളം നമുക്ക് വേണ്ടത്, നമ്മൾ ആ ചെയ്യുന്ന തൊഴിൽ 100% ആത്മാർത്ഥതയോടെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു ജോലിയായിരിക്കണം, വെദർ ഇറ്റ് മേ ബി ജോബ് ഓർ ബിസിനസ്. ഓക്കെ, നെക്സ്റ്റ് ഇന്റലക്ച്വൽ വെൽനെസ്. ഇന്റലക്ച്വൽ വെൽനെസ് നമ്മുടെയൊക്കെ പ്രശ്നം വെച്ചാൽ കോളേജോ സ്കൂളോ കഴിഞ്ഞ് നമ്മുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ജോലിക്കൊക്കെ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് പിന്നെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അഡീഷണൽ ആയിട്ട് മെജോറിറ്റി ആളുകളും പുതുതായുള്ള നോളജ് ക്രിയേഷനോ മറ്റ് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ ആരും ശ്രമിക്കാറില്ല. എവറി ഡേ നമ്മൾ ഉറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, വീണ്ടും നെക്സ്റ്റ് ഡേ വരുന്നു. ആ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഇന്റലക്ച്വൽ വെൽനെസ് എവറി ഡേ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക, പുതുതായ കാര്യങ്ങൾ പഠിക്കുക. ഇതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്റലക്ച്വൽ വെൽനെസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ വരുന്ന എൻവയോൺമെന്റൽ വെൽനെസ്. ഇവിടെ എന്താണ്, നമുക്കറിയാം നമ്മൾ താമസിക്കുന്ന വീട്, ചുറ്റുപാട്, ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് ആക്കി വെക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, എൻവയോൺമെന്റൽ വെൽനെസ്. അതായത് നമ്മൾ താമസിക്കുന്ന വീട്, ആ വീട് ടോട്ടലി ഡിസ്റ്റർബ്ഡ് കണ്ടീഷനിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സർക്കംസ്റ്റൻസ് പരിസ്ഥിതി ഡിസ്റ്റർബ് ആണെങ്കിൽ എന്തുണ്ടാവും, ദാറ്റ് വിൽ ഓൾസോ എഫക്ട് അവർ ബോഡി. അപ്പൊ എനിക്ക് പറയാനുള്ളത് എൻവയോൺമെന്റൽ വെൽനെസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്, ചുറ്റുപാടിനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്. ഫിനാൻഷ്യൽ വെൽനെസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒത്തിരി പേരുടെ പ്രശ്നം ഇവിടെയാണ് ഫിനാൻഷ്യൽ വെൽനെസ്. നമുക്ക് ഒന്നാമത്തെ കാര്യം ഫിനാൻഷ്യൽ മെയിൻ്റനൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ഫിനാൻസിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള എഡ്യൂക്കേഷനും നമുക്ക് കിട്ടുന്നില്ല, അല്ലെ? ജീവിതത്തിൽ നമ്മൾ എല്ലാം ടെസ്റ്റിംഗ് ആണ്. ജോലി ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, ഇതിൽ നിന്ന് ഇൻകം സമ്പാദിക്കുന്നു, പക്ഷെ അവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഗൈഡൻസ് നമുക്ക് ആർക്കും കിട്ടിയിട്ടുണ്ടോ? നമ്മൾ ഓരോ തെറ്റുകളിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ പറയുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ വെൽനെസ് എന്ന് പറയുന്ന പ്രോപ്പറായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ച് മനസ്സിലാക്കുക, അതിനെ പ്രാവർത്തികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോഴാണ് പ്രോപ്പറായിട്ട് ഫിനാൻഷ്യൽ വെൽനെസ് കിട്ടുന്നത്. എന്നാൽ ഇന്ന് എല്ലാവരുടെ പ്രശ്നം എന്താണ്, ജസ്റ്റ് ലൈക്ക് അവർ ഹെൽത്ത് പ്രോബ്ലം പോലെ തന്നെയാണ് ഫിനാൻഷ്യൽ പ്രോബ്ലം. എല്ലാവരും ഡേ ബൈ ഡേ ഒന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് ടെൻസ്ഡ് ആണ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അല്ലേ? അപ്പൊ അതിന് എന്താണ് വേണ്ടത്, പ്രോപ്പർ പ്ലാനിങ് വേണം ജീവിതത്തിൽ. ഫിനാൻഷ്യലിനെ കുറിച്ച് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി പ്രോപ്പർ പ്ലാനിങ് ചെയ്യുക, നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കി വെക്കുമ്പോഴാണ് നമുക്ക് മാനസികമായിട്ട് സംതൃപ്തി ലഭിക്കുന്നത്. നെക്സ്റ്റ്, ഫിസിക്കൽ വെൽനെസ്. ഫിസിക്കൽ വെൽനെസ് എവിടെ നിന്നാ കിട്ടുക, നമ്മൾ തന്നെ തീരുമാനിക്കണം. നമുക്ക് എല്ലാവർക്കും ഒരു എക്സസൈസ് നല്ലതാണ്, എന്നാൽ എക്സസൈസ് ചെയ്യുന്ന ആളുകൾ എത്ര പേരുണ്ട്? ഇവിടെ ഇരിക്കുന്ന എത്ര പേര് കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്? അവർക്ക് നല്ലൊരു കഴിവ് കൊടുക്കുക, അല്ലെ? അതായത് നമ്മളെല്ലാവരും ഹെൽത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്, എന്നാൽ ഹെൽത്തിന് എന്ത് ചെയ്യണം എന്ന് നമ്മൾ ചെയ്യാറില്ല, അല്ലെ? എന്ത് ചെയ്യണം, എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യണം? എല്ലാവർക്കും നമ്മൾ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴാണ് ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അത് അസുഖം വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ശരിയായിട്ടുള്ള വെൽനെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, നടക്കുക, ഓടുക, whatever it may be you have to do, then only you can get the physical wellness. Next, സോഷ്യൽ വെൽനെസ്. സോഷ്യൽ വെൽനെസ് എന്താണ്, നമ്മൾക്ക് ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ ആയിട്ടുള്ള മിംഗിളിങ് കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റുള്ള ബന്ധങ്ങൾക്ക് ഒരു കാലത്ത് നല്ല വില ഉണ്ടായിരുന്നു, ബന്ധങ്ങൾക്കൊന്നും വിലയില്ല. സോഷ്യലായിട്ടുള്ള മിംഗിളിങ് കുറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ സോഷ്യൽ മിംഗിളിങ്ങിന്റെ പ്രത്യേകത എന്താണ്, നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. മറ്റുള്ളവരെ നല്ല കൂട്ടുകെട്ടിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ സോഷ്യൽ വെൽനെസ് എന്ന് പറയുന്നത് സോഷ്യലായിട്ട് മറ്റുള്ളവരോട് ഇടപഴകുക, അതേമാതിരി മറ്റുള്ള കൂടുതൽ കണക്ട് ചെയ്യാൻ മറ്റുള്ളവരോട്, നമുക്ക് എക്സ്പീരിയൻസ് ഗ്യാദർ ചെയ്യാനായിട്ട് നല്ലൊരു ഇതാണ് സോഷ്യൽ വെൽനെസ്. നല്ല ഗുഡ് ഫ്രണ്ട് സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, സ്പിരിച്വൽ വെൽനെസ്. ലാസ്റ്റ് വരുന്നത് എന്താണ്, സ്പിരിച്വലി. നമുക്ക് ഇത് നമ്മൾ തന്നെ നമുക്കറിയാം, ഓരോ ആളുകൾക്കും പർട്ടിക്കുലർ റിലീജിയനെ ബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെതായ വിശ്വാസങ്ങളുണ്ട്. അപ്പൊ ആ രീതിയിൽ മെഡിറ്റേഷൻ, അതുമാതിരി തന്നെ പേഴ്സണലായിട്ട് നമുക്ക് സ്വയം നമ്മൾ ആരാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ, ഇതെല്ലാം നമ്മൾ മെഡിറ്റേഷനിൽ കൂടെ പ്രോപ്പറായിട്ട് മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് മൈൻഡ് ഇറ്റ് സെൽഫ് ഈസ് അഫക്റ്റിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇമോഷൻ, ഈ ഇമോഷനെ കൺട്രോൾ ചെയ്യുന്ന നമുക്ക് മെഡിറ്റേഷനും സ്വന്തം ഇന്നർ ലെവലിലേക്ക് നമുക്ക് ചിന്തിച്ച് അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം. ഓക്കെ, മെഡിറ്റേഷൻ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ഈ വെൽനെസ്സിനെ കുറിച്ച് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണ്,
നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. പോസിറ്റീവ് മൈൻഡ് വേണം. വിതൗട്ട് പോസിറ്റീവ് മൈൻഡ് യു കനോട്ട് കൺട്രോൾ യുവർ ഹെൽത്ത്. പോസിറ്റീവ് മൈൻഡ് എന്തിനാണ്? നമ്മൾക്ക് എന്ത് സിറ്റുവേഷൻ വന്നാലും, സ്ട്രെസ്ഫുൾ കണ്ടീഷനോ പല സിറ്റുവേഷൻ വന്നാലും നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. റിയാലിറ്റി എന്താണെന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മൈൻഡിനെ പോസിറ്റീവായി വെക്കാൻ നമ്മൾ ശ്രമിക്കണം. 2, പ്രോപ്പർ സ്ലീപ്പ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പറയുന്നത് ഇതാണ് എല്ലാവർക്കും ഇല്ലാത്തത്. ചില ആളുകൾ പർപ്പസ്ഫുള്ളി ഉറക്കത്തെ കളയുന്നു, ചില ആളുകൾക്ക് ആഗ്രഹിച്ചിട്ട് പോലും ഉറക്കം കിട്ടാത്തൊരവസ്ഥ. അപ്പോൾ പ്രോപ്പർ സ്ലീപ്പ്, ദെൻ റെഗുലർ എക്സസൈസ്, ദെൻ ടൈംലി ഫുഡ്, കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കുക. ഇതിൽ കൂടുതൽ ഡെപ്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയുന്നത്. എന്താണ് ടൈംലി ഫുഡ്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നമ്മുടെ ഭക്ഷണ രീതി ഇന്ന് എന്താണ്? രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെയാണ് നമ്മുടെ ഡിന്നർ പോലും നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ന്യൂട്രീഷ്യസ് ഫുഡ് ഇൻ യുവർ ഡയറ്റ്, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ശരീരത്തിന് എന്താണോ ആവശ്യം, അല്ലാതെ നമ്മുടെ രുചിയല്ല പ്രധാനം, ശരീരത്തിന് എന്താണ് ആവശ്യം അത് നമ്മുടെ ഡെയിലി ഡയറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം നിങ്ങൾ വിലയിരുത്തുക. ഓരോ ദിവസം ഇന്നലെ കഴിച്ച ഭക്ഷണം, ഇന്ന് രാവിലെ കഴിച്ച ഭക്ഷണം, ഇതിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള ഘടകങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തുക. നമുക്ക് റിയൽ ആയിട്ടുള്ള വെൽനസ് ലഭിക്കുന്നത്. നെക്സ്റ്റ്, അപ്പൊ ഞാൻ പറയുമ്പോ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും നല്ലൊരു ബോഡി ഇല്ലേ, നമുക്ക് നല്ലൊരു മനുഷ്യ ശരീരം തന്നിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ആരായാലും അല്ലെ, ഈ ശരീരത്തിന് നമ്മൾ ഹെൽത്ത് ആഗ്രഹിക്കണമെങ്കിൽ ഏറ്റവും നമുക്കറിയണത് നമ്മുടെ ശരീരത്തിനുള്ളിലും കുറെ അവയവങ്ങളുണ്ട്, കുറെ സിസ്റ്റംസ് ഉണ്ട്. ഈ സിസ്റ്റം കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ? ആരോഗ്യം കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾക്ക് ഒരു ഗുളിക കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് ഹെൽത്ത് വേണമെന്ന്, ഗുളിക എന്ന് പറയുന്നത് സപ്ലിമെന്റോ എന്തോ ആയിക്കോട്ടെ, അത് മാത്രമല്ല നമ്മുടെ ആരോഗ്യം. അതിലുപരി നമുക്കറിയണം, നമുക്ക് ഒത്തിരി ഡ്രീംസ് ഉണ്ട്, അതിനുവേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഓട്ടത്തിനിടയിൽ സ്വയം നമ്മുടെ ബോഡി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യാൻ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? എന്നിട്ടാണ് നമ്മൾ പറയുന്നത് എനിക്ക് ആരോഗ്യം വേണം, ഹെൽത്ത് വേണം. ടോട്ടലി ഡിസ്റ്റർബ്ഡ് ആണ്. ഞാൻ ഇന്ന് കൂടുതൽ സിസ്റ്റത്തിലേക്ക് ഒന്നും പോകുന്നെങ്കിലും 11 മേജർ സിസ്റ്റം നമ്മുടെ ബോഡിയിലുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? പേസസ് വെൽനസ് എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്നും എഡ്യൂക്കേഷൻസ് ലഭിക്കുന്നുണ്ട്. ഈ എഡ്യൂക്കേഷനെ നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് എനിക്ക് എന്താണോ ഇതിൽ ആവശ്യം അതിനെ നമ്മൾ അബ്സോർബ് ചെയ്യുക, അതിനെ ഫോളോ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആരോഗ്യം ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഈ 11 സിസ്റ്റത്തിനെ കുറിച്ച് ഞാൻ വളരെ ബ്രീഫായിട്ട് നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യങ്ങളായിരുന്നു. എല്ലാ സിസ്റ്റംസ് അല്ലേ, ഇന്റഗ്രിറ്റി സിസ്റ്റം ഉണ്ട്, സ്കെലറ്റൽ സിസ്റ്റം, മസ്കുലർ സിസ്റ്റം, നെർവസ് സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം. ഞാൻ അതിലേക്ക് ഡീപ്പിലേക്ക് പോകുന്നില്ല. അപ്പൊ ലിംഫാറ്റിക് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, യൂറിനറി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇത്തരം വെറൈറ്റീസ് ഓഫ് സിസ്റ്റം, 11ഓളം സിസ്റ്റം നമ്മുടെ ബോഡി നടക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ട് എങ്കിലും ബോഡി നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ ബോഡിയുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ താളം തെറ്റി തുടങ്ങും, ശരിയല്ലേ? എന്നിട്ട് പോലും നമ്മൾ ഇതിനെ ചിന്തിക്കുന്നില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, if you are expecting a complete wellness, you should understand about your body. നമ്മുടെ ബോഡിയെ കുറിച്ചും എങ്ങനെയാണ് നിങ്ങളുടെ ജീവൻ നിലനിൽക്കുന്നത്, എന്താണ് അതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള വെൽനസ് ലഭിക്കുക. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ക്ലാസ്സുകളിലേക്കൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. അപ്പൊ ഇവിടെ നമുക്കറിയാം, നമ്മളെല്ലാം എന്താണ്, നമുക്കറിയാം നമ്മൾ ബോഡി ബിൽഡപ്പ് ചെയ്തത് ഓൾമോസ്റ്റ് 60% വെള്ളം ഉണ്ടെങ്കിലും നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യണം. ഇന്ന് പല ആൾക്കാർക്കും വെള്ളം കുടിക്കാൻ പോലും സമയമില്ല, അത്രയും ബിസിയാണ്. അപ്പൊ ബേസിക് ആയിട്ട് പറഞ്ഞാൽ 60% വെള്ളം അതിനെ അഡ്യൂക്കേറ്റ് ആയിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാം നമ്മുടെ ബോഡിയിലെ. ഓക്കെ, നെക്സ്റ്റ് എന്തിനാ വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്, അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ചെയ്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മാക്രോ ന്യൂട്രിയൻസും. അതിലെന്താണ് മാക്രോ ന്യൂട്രിയൻസിൽ വരുന്നത്? എന്താണ്? നമ്മുടെ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻ വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, ഫാറ്റ് വേണം. ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ, അതിനൊരു കോമ്പിനേഷൻ ഉണ്ട്, അതെന്താണെന്ന് മനസ്സിലാക്കുക, അത് പ്രോപ്പർ ആയിട്ട് ആവശ്യത്തിനുള്ളത് കൊടുക്കുക. നെക്സ്റ്റ് മൈക്രോ ന്യൂട്രിയൻസ് എന്താണ്? വിറ്റാമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങൾ ഓരോ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതിന്റെ സോഴ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ കഴിക്കുന്ന വെജിറ്റബിൾ എന്താണ്, നിങ്ങൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് എന്താണ്, ഇതിലൊക്കെ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ അറിയണം. നമുക്ക് ഒത്തിരി സമയം എന്താണ്, പുറത്തത്തെ നമുക്ക് ബാധിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് അറിയാൻ നമുക്ക് ഭയങ്കര വ്യഗ്രതയാണ് അല്ലെ? നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്കോ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല മനസ്സിലാക്കാനായിട്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് വെൽനസിനെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്
ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സോ ലെറ്റ് മീ ആസ്ക് യു ഓൾ എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. Which one is your primary priority? Not priority, primary priority. Priority അല്ലാണ്ട് അല്ലേ, വീട്ടിൽ നമുക്ക് ജീവിതത്തിൽ ഒത്തിരി പ്രയോറിറ്റീസ് ഉണ്ട്. അതെന്താണ്? നമ്മുടെ വീട്ടിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആവാം, നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആവാം, അങ്ങനെ പല പ്രയോറിറ്റികളുണ്ട്. പക്ഷെ പ്രൈം പ്രയോറിറ്റി എന്താണ് ജീവിതത്തിൽ? പ്രൈം പ്രയോറിറ്റി നിങ്ങളുടെ വീടാണോ, നിങ്ങളുടെ വണ്ടിയാണോ, നിങ്ങളുടെ അപ്ലയൻസ്, അതായത് മാൻ മെയ്ഡ്, അതായത് നിങ്ങൾ സമ്പാദിക്കുന്ന പണം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കാര്യങ്ങളാണോ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി? അതോ നിങ്ങളെ അതിനുവേണ്ടി സഹായിച്ച നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയാണോ പ്രയോറിറ്റി? അത് നിങ്ങൾ ചിന്തിക്കുക. ബിക്കോസ് ദ മൊമെന്റ് യു ഫാൾ ഡൗൺ, നിങ്ങൾ കിടന്നു കഴിഞ്ഞാൽ ഒന്നിനും പ്രശസ്തിയില്ല. ഉണ്ടോ? അപ്പൊ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. ഓക്കെ, നെക്സ്റ്റ്. അപ്പോ ടേക്ക് ദ ഫസ്റ്റ് ടുവേർഡ്സ് എ ഹെൽത്തി ലിവിംഗ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്, നിങ്ങളെ ആരോ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ചില ആളുകൾ നമ്മുടെ പേസസ് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ഹെൽത്തി ലിവിംഗ്, ജോയിൻ us. അതായത് പേസസ് വെൽനെസ്സുമായി നിങ്ങൾ കൈകോർക്കൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള വെൽനസ് എഡ്യൂക്കേഷൻ സപ്പോർട്ടും പേസസ് വെൽനസ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. വാട്ട് വി ഡു? എന്താണ് പേസസ് വെൽനസ് ചെയ്യുന്നത്? റെഗുലർ അവയർനെസ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളെ ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. സമയമില്ലാത്തവരാണ് റെക്കോർഡിങ്സ് വാങ്ങിയിട്ട് അത് കേൾക്കാൻ ശ്രമിക്കണം. ശരിയല്ലേ? അപ്പോഴാണ് നമുക്ക് നോളജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. Then exercise sessions every day നമുക്ക് 5 മണിക്ക്. പക്ഷെ നമുക്ക് എല്ലാ പ്രശ്നം എന്താണ്? 5 മണി എന്ന് പറഞ്ഞാൽ we cannot think about that അല്ലേ? നമ്മളൊക്കെ നേരം വെളുക്കുന്നത് 9 മണി 10 മണി 11 മണിക്കാണ്. പ്രത്യേകിച്ച് ന്യൂ ജനറേഷന്റെ ഒരു നേരം വെളുക്കുന്നത് തന്നെ 11 മണി 12 മണിയാണ്. രാത്രി മുഴുവൻ 12 1 മണി വരെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാണ് അല്ലേ? വളരെ നല്ല കാര്യങ്ങൾ, ഹെൽത്തിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഏർലി മോർണിംഗ് നമുക്കൊരു റെഗുലർ എക്സസൈസ് സെഷൻ തരുന്നുണ്ട്. തികച്ചും ഫ്രീ ആയിട്ടാണ്, 1 രൂപ പോലും നമുക്ക് കൊടുക്കണ്ട. ചില ആളുകളുടെ പാഷന് വേണ്ടിയിട്ട് ജിമ്മിൽ പോയി കാണിക്കുന്ന കുറെ ആളുകളുണ്ട്. അല്ലെങ്കിൽ ചില ആൾക്കാർ അതിനൊരു റൂട്ടീൻ, ഒരു ലൈഫിന്റെ പാർട്ടാക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്. അതിനെല്ലാം പൈസ കൊടുക്കണം. ബട്ട് ഹിയർ അബ്സല്യൂട്ട്ലി ഫ്രീ നമുക്ക് കിട്ടുന്നുണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ. എന്താണ്? ഹെൽത്ത് ക്യാമ്പുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. യു ക്യാൻ ഓർഗനൈസ്. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ഓരോ പഞ്ചായത്തും ഓരോ കോർപ്പറേഷൻ ലെവലിലും നമ്മൾ ഒരു ടാസ്ക് ആയിട്ട് എടുത്തിട്ട് ആ ഒരു പർട്ടിക്കുലർ പ്രദേശത്തെ ഒരു പേഴ്സൺസിന്റെ ഹെൽത്തി ഫാമിലീസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മിഷൻ നമുക്ക് എന്തുകൊണ്ട് എടുത്തുകൂടാ? അതിനാണ് പേഴ്സസ് വെൽനസ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഓക്കെ, ദെൻ വെൽനസ് സെന്റേഴ്സുകൾ നമ്മളുണ്ട്. നമുക്ക് ഒത്തിരി വെൽനസ് സെന്റർ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ വെൽനസ് സെന്ററിൽ ഡോക്ടേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ പരിചയക്കാരെയും ആ വെൽനസ് സെന്ററിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക, അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, സ്വയം ചിന്തിക്കാനായിട്ട് നമുക്കൊരു അവസരം കൊടുക്കാം അല്ലേ? ശരിയല്ലേ? Then next, you can't buy health from market, but you only can maintain your health. മാർക്കറ്റിൽ ആർക്കെങ്കിലും ഹെൽത്ത് കിട്ടുമോ? നമ്മുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഒത്തിരി ഹോസ്പിറ്റൽസ് ഇവിടെ ഉണ്ടല്ലേ, മൾട്ടിനാഷണൽ മൾട്ടി ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലുകൾ ഉണ്ട്. പക്ഷെ അവിടെ ഹെൽത്ത് കിട്ടുമോ? അത് ക്രൈസിസ് മാനേജ്മെന്റിന്റെ ഭാഗമാണ്. അതായത് നമ്മുടെ നെഗ്ലിജൻസ് കൊണ്ട് നമ്മൾ നശിപ്പിച്ച ആ ഒരു ബോഡിയെ നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് അവിടെ കിട്ടുന്നത്. എന്നാൽ മെയിൻ്റനൻസ് എവിടെയാണ് കിട്ടുന്നത്? നമ്മൾ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോ ഞാൻ പറയുന്നത്, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ മുഖ്യ എന്താ പറയാ സംരക്ഷകൻ എന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ്, and Paces want to support you to achieve your health goal, and we are not just a product marketing company. അതായത് വി ആർ നോട്ട് എ ജസ്റ്റ് പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് കമ്പനി. ബിക്കോസ് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ നിങ്ങൾക്ക് അനേകം കമ്പനികളെ കാണാൻ സാധിക്കും. എന്റെ പ്രൊഡക്റ്റ് വാങ്ങൂ, ഇത് മിറാക്കിൾസ് ഉണ്ടാക്കും, നിങ്ങളുടെ എല്ലാ അസുഖങ്ങളും മാറ്റിത്തരാം എന്ന പ്രലോഭനങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ബിക്കോസ് 50% ഓൺലി ദ പ്രോഡക്റ്റ് വിൽ വർക്ക് ആൻഡ് 50% യു ഹാവ് ടു വർക്ക്. എന്താണ് യു ഹാവ് ടു വർക്ക്? എന്താണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്? ഓക്കെ, താങ്ക് യു വെരി മച്ച്.